ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിത്തു ഫാമിലി യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ റിത്തൂസിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പം ഡേറ്റ് ഓഫ് ബർത്ത് ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ വീട്ടിൽ 1-ാം തീയതി ആയതുകൊണ്ട് അവിടെ പൂജ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നമ്മൾ തലേന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ പൂജ കഴിഞ്ഞ് നമ്മളിതേ നേരെ തിരുവച്ചിറ അമ്പലത്തിലേക്ക് പോയി. നമ്മൾ മീൻചന്ത ആർട്സ് കോളേജ് വഴി പോയതുകൊണ്ട് തന്നെ ആ ഒരു വഴി എന്ന് പറയുന്നത് കുറച്ചൊരു പാടാണ്. കാരണം മഴ ഉള്ള ദിവസമാണെങ്കിൽ അവിടെ ആകെ ചളി പിളിയായിട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ. അപ്പം പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് പോയിക്കോളുക. അങ്ങനെ തന്നെ നമ്മൾ കയറി ചെന്ന പാട് റിത്തൂസിൻ്റെ ഫേവറേറ്റാണ് ഈ മഞ്ചാടി ഇതുപോലെ ഇങ്ങനെ വാരി കളിക്കുന്നത്. അപ്പോൾ നമ്മൾ മഞ്ചാടിയൊക്കെ വാരി കഴിച്ചു കുറച്ച് നേരം. പിന്നെ നമ്മൾ അകത്ത് പോയി തൊഴുതു ഇറങ്ങി. പിന്നെ ക്ഷേത്ര ചുറ്റമ്പലം തൊഴുതു. പിന്നെ അതിനുശേഷം റിത്തു കുറേ പറഞ്ഞു കേട്ടോ, ക്ഷേത്രത്തിൻ്റെ കുളത്തിൽ ഇറങ്ങണം, കുളത്തിലിറങ്ങി കാലെഴുകണം എന്നൊക്കെ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇപ്പം മഴയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ കുളത്തിൽ നന്നായിട്ട് ആ ഒരു വഴുക്കലുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. അപ്പോൾ 2 സ്റ്റെപ്പ് താഴെ നിന്നിട്ട് റിത്തൂസിന് ആ കുളമൊക്കെ കാണിച്ചു. ഇനി നമുക്ക് ഇന്നൊരു ചെറിയ പാലൊടി ഫംഗ്ഷനും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ നേരെ ഇറങ്ങി ഇനി വീട്ടിൽ ചെന്ന് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് വേണം നമുക്ക് ആൻറ്റീൻ്റെ വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. വന്ന് അവിടെ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ ആൻറ്റീൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ ഒരു പാലൊടി ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പം നമുക്ക് വേഗം അവിടെ എത്തണം. കളറാണല്ലോ. അയ്യോ മുഖം തിരിച്ചാണ്. സൂപ്പർ ആയിട്ടല്ലേ. മെല്ലെ മെല്ലെ തിരക്കുണ്ടോ? അന്ന ഞാൻ വേറല്ല. ഒന്ന് ചിരിച്ചേ, ഒന്ന് പുഞ്ചിരിക്കൂ. സ്മൈൽ സ്മൈൽ. അപ്പോൾ പാലൂടിൻ്റെ സമയം എന്ന് പറയുന്നത് 11:30 ആയിരുന്നു കേട്ടോ. അപ്പോൾ 11:30 ആയപ്പോഴേക്കും നമ്മളിതേ വിളക്കെല്ലാം കത്തിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പാലൂടി ഫംഗ്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് നെയിം റിവീലിംഗ് കൂടി ഉണ്ടായിരുന്നു. എന്താ ഈ കാണിക്കുന്നത്? പൊങ്ങണില്ല ചേട്ടാ.
അങ്ങനെ ഈ പാലോടി ഫംഗ്ഷനെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മുടെ നെയിം റിവീലിംഗ് ആയിരുന്നു കേട്ടോ. ജസ്റ്റ് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഒരു കേക്കും വാങ്ങി ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ സെലിബ്രയിലെത്തി. അവിടുന്ന് ഒരു കേക്ക് ഓർഡർ ചെയ്തു. പിന്നെ റിത്തൂസിൻ്റെ പേര് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ റിത്തൂസ് എന്നാണ് കേട്ടോ എഴുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് ഇനിയിപ്പം പാഴ്സലാക്കി കൊണ്ടുപോവാണ്. അപ്പോൾ പുറത്തിറങ്ങിയതും ഇതുപോലെ നല്ല മഴയും കാറ്റും ആയിരുന്നിട്ട് കുറച്ച് നേരം അവിടെ സ്റ്റക്കായിട്ട് നിന്നു. പിന്നെ നമ്മൾ നേരെ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ കേക്ക് കണ്ടപ്പോൾ റിത്തൂസിന് ആകെപ്പാടെ നല്ല സന്തോഷമായിരുന്നു വേണമെങ്കിൽ പറയാം. ആകെ സർപ്രൈസ് അടിച്ച് എന്ത് ചെയ്യണമെന്ന് പറ്റാത്തൊരവസ്ഥയിലായിരുന്നു കേട്ടോ റിത്തു. അങ്ങനത്തെ നമ്മളെ ഋഷ്വമോളും അപ്പോഴേക്ക് എഴുന്നേറ്റു. അപ്പം നമ്മുടെ കേക്ക് കട്ടിങ്ങിന് നമ്മൾ യശ്വമോളെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ യശ്വമോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷനായിരുന്നു കേട്ടോ. സഹായിച്ചു കൊടുക്കുക ആരെങ്കിലും കുട്ടിക്ക്.
നോക്കേ കഴിഞ്ഞോ? സ്റ്റഡി ഇരിക്കാതെ എടുത്തു. അങ്ങനെ നമ്മുടെ കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷനോട് കൂടി നമ്മുടെ വീഡിയോ അതിൻ്റെ പേയാണ്. അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട.